മുമ്പ് റിലീസായിരുന്നെങ്കിൽ നടൻ വിജയുടെ ഫിലിം വന്ന് കാണാനായിട്ട് ആളുകൾ വന്നിരിക്കും, ഫാൻസ് വന്നിരിക്കും. ഇന്ന് റിലീസായതുകൊണ്ട് ചീഫ് മിനിസ്റ്റർ വിജയ് സാറുടെ പടത്തിന് കാണാൻ വേണ്ടിയാണ് എല്ലാവരും വരുന്നത്. രണ്ടുത്തും വ്യത്യാസമില്ലേ? ഒരു കടവുൾ ഉണ്ട്, ഒരു നിയമമുണ്ട്, அதை எப்போதுം കാത്തിരുപ്പേൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്നത്, ഭയങ്കരമായിട്ട് ഞാൻ എന്നെ മറന്ന് കൈയടിച്ചു. വിജയ് സാർ ഇങ്ങനെ നടന്നു വരുമ്പോൾ തമ്പി இருக்கும் சைடில் எம்ஜிஆர் ஃபோட்டோ இருக்கு. ആ ഫോട്ടോയിലിരുന്ന് എന്നത് സാറ്റ அப்படியே അത് കയ്യിൽ ഇടണം. അവിടുത്തെ സ്റ്റേറ്റിൽ നോക്കുമ്പോൾ അവിടെ ഉള്ള പ്രശ്നങ്ങളെല്ലാം ഇതിൽ കണക്റ്റ് ആവുന്നുണ്ട്. നമുക്കത് ക്ലീനായിട്ട് മനസ്സിലാവും. പടം കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടോ? മനസ്സിലൊരു ചെറിയ നെരുടലുണ്ട്. കാരണം ഇത്രയും വർഷം, ഇത്രയും കൊല്ലങ്ങളായിട്ട് നമ്മുടെ തലപതി എൻ്റർടൈൻഡേഴ്സ് നമ്മുടെ കുടുംബത്തിലെ ഒരാളായിരിക്കുന്നത് പോലെയാണ് ഒരു ഫീൽ. അദ്ദേഹം ഇപ്പോൾ CM ആയി. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഫിലിം അതുകൊണ്ടായിരുന്നു ഫസ്റ്റ് കാണുന്നതാണ് മര്യാദ. സോ ഉറക്കമൊഴിച്ച് കണ്ടു. വളരെ ഒരു എൻ്റർടൈനിങ് ഫിലിം, നല്ല ഫൈറ്റ് സീൻസ്. ഇപ്പോൾ പൊതുവേ നമ്മൾ ഒരു പടം എടുത്ത് നോക്കുമ്പോൾ ഒരു കഥ, ആ കഥയിൽ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത്രയും വർഷം ട്രാവലും ഇനി ഫ്യൂച്ചറിൽ ചെയ്യാനുള്ള, തമിഴ്നാടുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ആസ് ഒരു ചീഫ് മിനിസ്റ്ററായിട്ട് മക്കൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് എല്ലാ കാര്യങ്ങളും ഈ പടത്തിൽ ടച്ച് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ സ്റ്റോറിനകത്ത് അത് ഫിറ്റ് ചെയ്യുന്നത് തന്നെ ഒരു വലിയ ടാലൻ്റായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്നത്, ഭയങ്കരമായിട്ട് ഞാൻ എന്നെ മറന്ന് കൈയടിച്ചു. വിജയ് സാർ ഇങ്ങനെ നടന്നു വരുമ്പോൾ പോലീസ് ഡ്രസ്സിൽ നടന്നു വരും. തമ്പി இருக்கும் സൈഡിൽ എംജിஆர் ഫോട്ടോ இருக்கு. ആ ഫോട്ടോയിലിരുന്ന് എന്നത് സാറ്റ அப்படியே അത് കയ്യിൽ ഇടണം. പിന്നെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ട്, ഒരു കടവുൾ ഉണ്ട്, ഒരു നിയമമുണ്ട്, அதை எப்போதும் കാത്തിരുപ്പേൻ. அந்த பாட்டு கிளைமேக்ஸில் திருப்பி ரிப்பீட் ஆகும். நான் ஆணையிட்டால் அது நடந்து விட்டால் இங்கு ஏழைகள் வேதனை படமாட்டார். ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു അത്. എല്ലാ ആക്ടേഴ്സും വില്ലൻ ഉഗ്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സിസ്റ്റർ ക്യാരക്ടർ മഹിത വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഹീറോയിൻ ക്യാരക്ടറിലേருந்து എല്ലാവരും നാസർ സാറ് എല്ലാവർക്കും ചെറിയ ക്യാരക്ടറായാലും വളരെ ഭംഗിയായിട്ട് ചെയ്തു. മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ യൂഷ്വലി ഒരു കഥ എടുത്താൽ ആ കഥയിൽ മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ പടം അങ്ങനെയല്ല. ഇറ്റ്സ് എ ട്രാവൽ. അടുത്ത തമിഴ്നാടിൻ്റെ ഫ്യൂച്ചർ കൂടെ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ എന്തൊക്കെ പ്ലാൻസ് ആണെന്നുള്ളത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഈ പടത്തിനകത്ത് ഫീഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പടം വിജയിക്കട്ടെ. ആൾറെഡി വിജയ് അണ്ണൻ, നിങ്ങളുടെ അണ്ണൻ വിജയ് സാർ ബഹുമാനപ്പെട്ട CM ചീഫ് മിനിസ്റ്റർ പോസ്റ്റിങ്ങിൽ ജയിച്ചു കഴിഞ്ഞു. അതേപോലെ ഈ ജനനായകൻ ജയിക്കട്ടെ. ഈ പടത്തിലൊരു ഡയലോഗ് വരും, ജനനായകം മാത്രമല്ല ജനനായകനെയും ആർക്കും തൊടാൻ പറ്റില്ലെന്ന് പറയും. അതിൻ്റെ അർത്ഥം മനസ്സിലാവുമെന്ന് തോന്നുന്നു. വിജയണ്ണ, ലവ് യു സോ മച്ച്. യെസ്, അഫ്കോഴ്സ് இந்த പടം മുമ്പേ റിലീസാവേണ്ട ഒരു പടമായിരുന്നു. സെൻസറിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പൊളിറ്റിക്കലാണോ എന്താണെന്ന് നമുക്കറിയില്ല. എന്ത് തടസ്സം വന്നാലും, ഞാൻ പറയട്ടെ, എന്ത് തടസ്സം വന്നാലും ദൈവം വിധിച്ച ഒരു വിധിയുണ്ട്. ഇലക്ഷന് മുമ്പ് ഇത് റിലീസായാൽ ഒരു പക്ഷേ വിജയ് സാർക്ക് ഭയങ്കര സപ്പോർട്ട് വരും, താവയ്ക്കാക്കാണ്. അങ്ങനെയാണോ ഇത് സംഭവിച്ചത് നമുക്കറിയില്ല. പക്ഷേ എന്നാലും വിജയ് സാർ ജയിച്ചു. അത് ദൈവത്തിൻ്റെ വിധിച്ച വിധിയാണ്. ഇപ്പോൾ ഇന്ന് റിലീസാവണമെങ്കിൽ വിധി. അത്രയും പേരിപ്പോൾ ആ മുമ്പ് റിലീസായിരുന്നെങ്കിൽ നടൻ വിജയുടെ ഫിലിം കാണാനായിട്ട് ആളുകൾ വന്നിരിക്കും, ഫാൻസ് വന്നിരിക്കും. ഇന്ന് റിലീസായതുകൊണ്ട് ചീഫ് മിനിസ്റ്റർ വിജയ് സാറുടെ പടത്തിന് കാണാൻ വേണ്ടിയാണ് എല്ലാവരും വരുന്നത്. രണ്ടുത്തും വ്യത്യാസമില്ല. എല്ലാം നല്ലത്,
നല്ലതേ നല്ലതേ നടക്കും. നല്ല രീതിയിലാണ് ദൈവം കൊണ്ടുപോകുന്നത്. തമിഴ്നാട്ടിൽ ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ട്, നല്ല നല്ല കാര്യങ്ങളുണ്ട്. സ്റ്റുഡൻസ് ആവട്ടെ, പെണ്ണുങ്ങളുടെ സുരക്ഷയാവട്ടെ, പിന്നെ കുടിവെള്ളമാവട്ടെ, ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ കേരളം പോലെയല്ല, കേരളത്തിലെ കുറേ ബാക്ക് വാട്ടർ ഉണ്ട്. ചെന്നൈയിലൊക്കെ ഒരു 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 ഹാഫ് ആൻ അവർ മഴ വന്നു കഴിഞ്ഞാൽ സിറ്റിയിലെ ഫുള്ള് വെള്ളം ഇതായിരിക്കും. പിന്നെ ബാക്ക് വാട്ടർ ഫ്ലോ ഇല്ല. സോ അതിൻ്റെ ഡ്രെയിനേജും വർക്കുകളും കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളും, ഹോസ്പിറ്റൽസ് ആവട്ടെ, ടെമ്പിൾസ് വളരെ ഇമ്പോർട്ടൻറ്റ് തമിഴ്നാട്ടിൽ. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു ഒരു റെഗുലാരിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. ഒരു കാലങ്ങൾ ചേഞ്ച് ആവുന്നുണ്ട്, ഡെഫിനറ്റ്ലി ചേഞ്ച് ആവുന്നുണ്ട്. യങ്സ്റ്റേഴ്സ് ഒരുപാട് പേർ പൊളിറ്റിക്സിൽ വരുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരേ ഒരു കാര്യം, യങ്സ്റ്റേഴ്സും കൂടും പോളിറ്റിക്സിൽ ഇൻവോൾവ് ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അവസാന സിനിമ എന്ന് പറയുമ്പോൾ മനസ്സ് സങ്കടം വരുന്നുണ്ട്. ഈ പടം കഴിഞ്ഞ് അവസാനം ഒരു ക്ലിപ്പിങ്സ് വരുന്നുണ്ട്, വിജയ് സാർ എന്തൊക്കെ അഭിനയിച്ചു എന്നുള്ള ഒരു ക്ലിപ്പിങ്സ് വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ ഇത്രയും വർഷം നമ്മുടെ കൂടെ, എല്ലാ വർഷവും ഒരു ഒരു ഫെസ്റ്റിവലിന് നമ്മൾ വിജയ് സാറെ കാണുന്നുണ്ട്, സ്ക്രീനിൽ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെ എല്ലാ വർഷവും ദീപാവലി വരുന്നുണ്ടോ, എല്ലാ വർഷവും പൊങ്കൽ വരുന്നുണ്ടോ, അതേപോലെ വിജയ് സാർ പടം നമ്മൾ ആഘോഷിച്ചതാണ്. ഇനി അത് ഇല്ലെന്ന് പറയുമ്പോൾ മനസ്സൊരു വെപ്രാളം. ഇപ്പം ഞാൻ പറയട്ടെ, ഇനി മോഹൻലാൽ സാർ അഭിനയിക്കില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ ഇവിടെ ആരെങ്കിലും? ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ ലാലേട്ടൻ്റെ വലിയ ഫാനാണ്. സോ അതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷേ നല്ല കാര്യത്തിന് വേണ്ടി, തമിഴ്നാട് മക്കളിന് വേണ്ടി ചെയ്യുമ്പോൾ അതിൽ ഒരു സന്തോഷവും ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഒരു കഥയിനെ എടുത്താൽ ആ കഥയിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യൂ. യൂഷ്വൽ സിനിമ ഇതങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് ഫിറ്റിൻ ചെയ്തിട്ടുണ്ട് ഈ കഥയിനകത്ത്. ചിലപ്പോൾ നമുക്ക് തോന്നും, ഇവിടെ മലയാളികൾ കാണുമ്പോൾ തോന്നും, എന്താ അത് എവിടെയോ റൂട്ട് മാറി പോകുന്നുണ്ടോ? ഇല്ല, അവിടുത്തെ സ്റ്റേറ്റിൽ നോക്കുമ്പോൾ അവിടെ ഉള്ള പ്രശ്നങ്ങളെല്ലാം ഇതിൽ കണക്റ്റ് ആവുന്നുണ്ട്. നമുക്കത് ക്ലീനായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരിക്കൽ കൂടി വളരെ സന്തോഷം. ഹാപ്പി അല്ലേ? ഹാപ്പി. ഓക്കെ, படம் ரொம்ப நல்லா இருந்தது, எல்லாரும் பார்க்கணும்.